ഈ മരക്കാരൊക്കെ പോലെയാണോ? ലാലേട്ടൻ്റെ ചിലപ്പം ഈ കട്ട ആരാധകർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ആൾക്കൊരു അടി കിട്ടാൻ പാടില്ല. മമ്മൂക്കയെ പോലെ ചരിത്ര വേഷങ്ങളൊക്കെ മോഹൻലാൽ ചെയ്തിട്ടില്ല, ചരിത്ര വേഷങ്ങൾ മോഹൻലാൽ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയാണോ വൃഷഭ? അടിപൊളി, ലാലേട്ടൻ അടിപൊളി അടിപൊളി അടിപൊളി. ഒരു ഹിസ്റ്റോറിക് പടമാണോ പഴശ്ശിരാജയെ പോലെ? സൂപ്പർ. മോഹൻലാൽ ഫാൻ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? മോഹൻലാൽ പെർഫോമൻസ് സൂപ്പർ. ഈ പഴശ്ശിരാജയൊക്കെ പോലെയാണോ അല്ലെങ്കിൽ മരക്കാരൊക്കെ പോലെ? അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആണ്. അമ്മച്ചി പടം മോഹൻലാലിന്റെ അഭിനയം എങ്ങനെയുണ്ട്? അത് വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, ഒരു ചരിത്ര നായകനായിട്ടാണോ മോഹൻലാല്? ആണല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ചിലപ്പം ഈ കട്ട ആരാധകർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ആൾക്കൊരു അടി കിട്ടാൻ പാടില്ല. കട്ട ആരാധകർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ആൾക്കൊരു അടി കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റേ എന്താ പറയണേ, അങ്ങനെ കുറച്ച് ഇതുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു സത്യസന്ധമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമാണ്. ഈ ലാലേട്ടന്റെ ആരാധകർ പോലും അറിഞ്ഞിട്ടില്ല ഈ പടം ഇറങ്ങണത്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പം ലാലേട്ടൻ്റെ ആരാധകൻ തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു കട്ട ആരാധകനല്ല. മീൻസ് മറ്റേ അങ്ങനെ ഒരു മാസ് മാത്രം വേണം, മാസിൽ മാത്രം ഇതാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ മറ്റേ എന്താ പറയുക, കാന്താര അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണുന്ന ഒരു ഇതായതുകൊണ്ട് എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലായിട്ട് തന്നെ തോന്നുന്നു. എന്ന് വെച്ചിട്ട് എന്താ പറയുക, ഈ പുലിമുരുകൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്. എന്ന് വെച്ചിട്ട് പുലിമുരുകൻ റേഞ്ച് തന്നെ വേണം എല്ലാ പടങ്ങളും എന്ന് പറയുന്നതിൽ ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. ഇതൊരു വെറൈറ്റി കഥയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സിനിമ ലാലേട്ടൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം അത് എന്താ പറയുക, ലാലേട്ടൻ്റെ അഭിനയങ്ങളും ബാക്കി എല്ലാ ഭാഗങ്ങളും എല്ലാം പഴയ കാലമാണെങ്കിലും പുതിയ കാലമാണെങ്കിലും രണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ബോറടിപ്പിക്കാൻ വേണ്ടി ഇത് പഴയ കാലം മാത്രമല്ല കാണിച്ചത്, 2025 കാണിച്ചു, പഴയതും കാണിച്ചു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറേയൊക്കെ കണക്ട് ആവുന്നുണ്ട്, എവിടേക്കോ കുറേയൊക്കെ കണക്ട് ആവും. പിന്നെ ചേട്ടൻ മോഹൻലാൽ ഫാനാണെന്ന് പറഞ്ഞു. അതെ. സാധാരണ മോഹൻലാലിന് വരുന്നൊരു വിമർശനം പണ്ടൊക്കെ വരാറുണ്ടായിരുന്നത്, മമ്മൂക്കയെ പോലെ ചരിത്ര വേഷങ്ങളൊക്കെ മോഹൻലാൽ ചെയ്തിട്ടില്ല, ചരിത്ര വേഷങ്ങൾ മോഹൻലാൽ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയാണോ വൃഷഭ? ഞാൻ പറഞ്ഞില്ല, ആ ഒരു നമ്മളിപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. മറ്റേ ലാലേട്ടൻ്റെ തന്നെ മരക്കാറല്ല അല്ല, ഈ അടുത്ത് ലാലേട്ടൻ തന്നെ ലാലേട്ടൻ തന്നെ അല്ല ബറോസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. തീരെ ഇഷ്ടപ്പെടാതെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിരുന്നൊരു പടമായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു പടമായിരുന്നു. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് അതിനേക്കാളൊക്കെ എല്ലാം കൊണ്ടും, ഫൈറ്റ് ആണെങ്കിലും എല്ലാം പുതിയ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അറിയാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. ബാക്കി കൂടെ അഭിനയിച്ചവരൊന്നും അറിയില്ല, ലാലേട്ടൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ലാണ്ട് എനിക്ക് പടം ഓക്കെയാണ്. ഈ പടം കൊണ്ട് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ ഒരിക്കലും ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. ഈ മരക്കാരൊക്കെ പോലെയാണോ? അങ്ങനെ പറയാൻ എനിക്ക് വലിയതായിട്ട് അറിയില്ല. കുഴപ്പമില്ല, പടം കണ്ടിരിക്കാം. നല്ല ലാസ്റ്റൊക്കെ നല്ലതാണ്. ലാലേട്ടൻ്റെ കൂടെ ക്രിസ്മസിന് ഇത്രയും ലോ പ്രൊമോഷൻ വന്നതാണ് അത്ഭുതം. അതെന്തായിരിക്കും കാരണം? അയ്യോ, അങ്ങനെയൊക്കെ പറയാൻ നമുക്കറിയില്ല. ഞാൻ ജസ്റ്റ് ലാലേട്ടൻ ഫാനാണ്, അപ്പോൾ കാണാൻ പോകുന്നു. അപ്പോൾ പടം എനിക്ക് കുഴപ്പം തോന്നിയില്ല. നല്ലൊരു സ്റ്റോറി ഉണ്ട്, ലാലേട്ടൻ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുമുണ്ട്.